നമ്മൾ ഈ ആദ്യമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അതൊരു പ്രീ ക്യാൻസറസ് കണ്ടീഷനാണ്, പ്രീ ഡയബറ്റിക് കണ്ടീഷനാണെന്നും പ്രീ ക്യാൻസറസ് കണ്ടീഷനാണെന്നും ഉള്ളത് എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പലരും പറയും, ഞാൻ ഷുഗർ നോക്കി, എനിക്ക് 120 ഉള്ളൂ. ഷുഗർ മാത്രം നോക്കുന്നതുകൊണ്ട് നമുക്ക് ഡയബറ്റീസ് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളൊരു ദിവസം അധികം ഒന്നും ഭക്ഷണം കഴിക്കാതിരുന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഷുഗർ നോക്കിയാൽ ഷുഗർ അധികം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇൻസുലിൻ ലെവൽ, ഇപ്പം ശരിക്കും ഇൻസുലിൻ ആണ് ടൈപ്പ് 2 ഡയബറ്റീസിന് ഷുഗർ അല്ല ആദ്യം കൂടുന്നത്, ഇൻസുലിൻ ലെവലാണ് കൂടുന്നത്. അത് നമുക്ക് ഇന്നിപ്പോൾ ഇൻസുലിൻ ടെസ്റ്റ് വഴി നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം വലിയ കോസ്റ്റ് ഒന്നും ഇല്ല, ആർക്കും ചെയ്യാൻ അഫോർഡ്, മിക്കവാറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ PSA ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യാനോ ഒന്നും വലിയ എക്സ്പെൻസും വരുന്നില്ല. അപ്പം നമുക്ക് ആ ഒരു PSA നോക്കി ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇൻസുലിൻ ഡയബറ്റീസ് ആകുന്നതിന് മുമ്പ്, അതുപോലെ HbA1c, ഇൻസുലിൻ ആണ് ആദ്യം കൂടുന്നത്, പിന്നെ HbA1c കൂടാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഗ്ലൂക്കോസ് ലെവലൊക്കെ കൂടി വരുന്നത്. അപ്പം നമുക്ക് വളരെ നേരത്തെ തന്നെ ഇത് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. അതുകൂടാതെ ഇപ്പം ഈ ഡയബറ്റീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും നമുക്ക് ഏറ്റവും ആദ്യം കൂടുന്നത് ശരിക്കും ഈ അസുഖങ്ങളിലെല്ലാം നമ്മുടെ വയറായിരിക്കും കൂടുന്നത്. ഓവർ വെയ്റ്റും ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ ഇന്ത്യൻസ്, നമ്മളെല്ലാവരും BMI എപ്പോഴും 25 ആണ് നമ്മുടെ നോർമൽ, എൻ്റെ നോർമലാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഞാൻ പലപ്പോഴും കാണാറുണ്ട് BMI നോർമൽ, അതായത് 25 BMI നിൽക്കുന്ന പല പേഷ്യൻസും ഇൻസുലിൻ, അവർ ഡയബറ്റിക് ആയിരിക്കുകയില്ല, ഷുഗറും നോർമലായിരിക്കും, HbA1c നോർമലായിരിക്കും. പക്ഷെ അവർക്ക് ഓൾറെഡി ഇൻസുലിൻ ലെവലും കൂടുതലായിരിക്കും. പലരിലും ഫാറ്റി ലിവർ 1 or 2 ഗ്രേഡിലേക്ക് എത്തിയിട്ടുണ്ടാവും. പുരുഷന്മാരിലാണെങ്കിൽ മിക്കവർക്കും പ്രോസ്റ്റേറ്റ് ഒരു 40-45 വയസ്സെത്തിയപ്പോൾ തന്നെ ഈ ഹൈപ്പർ ഇൻസുലിനീമിയ ഉള്ള പല പേഷ്യൻസും പ്രോസ്റ്റേറ്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 BPH വന്നിട്ടുണ്ടാകും. അപ്പം ഇതൊക്കെ നമ്മളൊരു പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിലയിൽ തന്നെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ BPHൻ്റെ, എല്ലാവരും കരുതുന്നത് BPH വൺസ് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. BPH ഗ്രേഡ് 2 ഗ്രേഡ് 3 ഉള്ളവരെ ഒരു 3 മാസത്തിനുള്ളിൽ ഗ്രേഡ് 2ലേക്ക് പ്രോപ്പർലി നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച്, അതായത് ഒരു ടെക്നോളജി ആൻഡ് സയൻറ്റിഫിക്കലി ക്ലിനിക്കൽ സപ്പോർട്ടോടുകൂടിയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷനും കൂടെ ഒരു 3 months കൊണ്ട് മിക്കവാറും ഒരു ലെവല് നമുക്ക് അതിൻ്റെ സൈസ് കുറഞ്ഞു വരും. പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് കുറഞ്ഞു വരും. ഈവൻ PSA കൂടിയവർക്ക് PSA കുറഞ്ഞു വരും. PSA ഈവൻ ബാപ്സിയിലൊക്കെ പോസിറ്റീവ് ആണെന്ന് കണ്ടിട്ടുള്ളവർക്ക് തന്നെ നമുക്കത് കുറയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ വേറെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇറ്റ് ഈസ് റിയൽ. നമുക്കത് കുറഞ്ഞുകൊണ്ട് വരുന്നത് നമുക്ക് കാണണം, എന്നാലല്ലേ അതൊരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആവുള്ളൂ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.